വളരെ ഇൻട്രസ്റ്റിങ്ങും അതേസമയം കോംപ്ലക്സും ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മോബ് സൈക്കോളജി അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങളുടെ മനഃശാസ്ത്രം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാറാണ്. സർ, സ്വാഗതം. ഈ ഒരു ടോപ്പിക് എടുക്കാൻ പേഴ്സണലായിട്ടുള്ള 1-2 റീസൺസ് കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 1-2 ആഴ്ച മുമ്പ് ഇലക്ഷൻ്റെ ഒക്കെ റിസൾട്ട് അറിഞ്ഞതിൻ്റെ വിജയാഘോഷങ്ങളും മറ്റൊക്കെ നാട്ടിൽ എല്ലായിടത്തും നടക്കുന്നതിൻ്റെ ഒരു കോണ്ടക്സ്റ്റിലായിരുന്നു നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്. നമ്മൾ കാറിൽ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത്, ഞാനും സാറും വരുന്നൊരു സമയത്ത് ഒരു ടൗണിൽ ഈ ഒരു വിജയാഘോഷത്തിൻ്റെ ഇടയിൽ കുടുങ്ങുകയും അവിടെ ഡി ജെയും അതുപോലെ LED മറ്റൊക്കെ ആയിട്ട് ആ ഒരു ജംഗ്ഷനിലെ ആളുകൾ നല്ല ക്രൗഡഡ് ആണ്. അതേസമയത്ത് പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രൗഡിനെ നിയന്ത്രിച്ചുകൊണ്ട് വാഹനങ്ങളെ റോട്ടിലൂടെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സിൽ അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ മുമ്പിലൊരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. ആ പോലീസ് വണ്ടി ആ ജംഗ്ഷൻ കടന്ന് അങ്ങനെ പോയപ്പം ആ ഒരു എൻറ്റയർ ക്രൗഡ് വീണ്ടും ആ ഒരു ജംഗ്ഷനിലേക്ക് വരികയും അവിടെ മൊത്തത്തിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പിലായിരുന്നു. ഈ ഒരു സമയത്ത് മൊത്തം റോഡ് ബ്ലോക്ക് ആവുന്നു. 1-2 പോലീസുകാർ ഇവരോട് ഷൗട്ട് ചെയ്യുകയും ഈ വ്യക്തികളുടെ വീഡിയോ എടുക്കുകയും ഇവരോട് മാറാൻ പറയുകയൊക്കെ ചെയ്യുന്നൊരു സമയത്ത് ഈ ക്രൗഡ് പിന്നെയും വയലൻ്റ് ആവുന്നു. പോലീസുകാർക്കെതിരെ അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നു. നമ്മുടെ വണ്ടിയൊക്കെ ഫുള്ള് ക്രൗഡഡ് ആയിരുന്നു. നമ്മുടെ വണ്ടിയിലൊക്കെ ബോണറ്റിലൊക്കെ അടിക്കുന്നു. മൊത്തത്തിലൊരു വയലൻ്റ് ആയിട്ടുള്ളൊരു നേച്ചർ. ഈ ഒരു സമയത്ത് വയലൻ്റ് ആവാതെ തന്നെ അവിടുത്തെ മുതിർന്ന സീനിയറായിട്ടുള്ള നേതാക്കൾ വരികയും ക്രൗഡിനെ കൺട്രോൾ ചെയ്യുകയും പോലീസായിട്ട് സംവദിക്കുകയും അത് ഔട്ട് ഓഫ് കൺട്രോൾ ആവാത്ത രീതിയിൽ അവർ സീനിയേഴ്സ് അത് ഇടപെടുകയും നോർമലാക്കുന്ന രീതിയിലൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്തായാലും ഔട്ട് ഓഫ് കൺട്രോൾ ആവാതെ അവരെന്ത് ചെയ്തു, അത് കൺട്രോൾ ചെയ്തു. അപ്പം ഈ ഒരു കോണ്ടക്സ്റ്റിലായിരുന്നു അന്ന് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പോരുകയും നമ്മൾ കാറിൽ നിന്ന് ഒരുപാട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ക്ലിനിക്കലി സൈക്കോപാത്തോ സോഷ്യോപാത്തോ ആയിട്ടുള്ള വ്യക്തികളല്ല ഇൻഡിവിജ്വലി നോക്കുന്ന സമയത്ത്, പക്ഷേ ഒരു ക്രൗഡിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആളുകളുടെ ഈ ഒരു സൈക്കോളജി, ഒരു മനഃശാസ്ത്രം മാറുന്നത്? നമ്മൾ ആ ഒരു ക്രൗഡിൽ നിന്ന് പുറത്തേക്ക് വരികയും പിന്നെ നമ്മൾ കാറിൽ നിന്ന് ഡിസ്കസ് ചെയ്ത മെയിൻലി ഈ ഒരു ചേഞ്ച് ആയിരുന്നു. ഒറ്റക്കാവുമ്പോൾ ഇല്ലാത്ത എന്ത് മാറ്റമാണ് ഒരു ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരിൽ സംഭവിക്കുന്നത്? എസ്പെഷ്യലി പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള ആളുകൾ, ഭയങ്കര സോഷ്യലായിട്ടുള്ള ഇത്തരം വ്യക്തികൾ, യാതൊരു തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ ട്രേസോ മറ്റോ ഇല്ലാത്തൊരു വ്യക്തികൾ ഒരു ക്രൗഡിലേക്ക് വരുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എന്താണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് എന്നുള്ളൊരു ഡിസ്കഷൻ്റെ പുറത്താണ് നമ്മൾ ഇന്നത്തെ ഒരു എൻ്റയർ സൈക്കോളജി ഓഫ് മോബ് എന്നുള്ളൊരു ഡിസ്കഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ സർ, എന്തൊക്കെയായിരിക്കാം ഇതിന് പിന്നിലുള്ളൊരു സൈക്കോളജിക്കൽ എലമെൻറ്റ്സ്? മനുഷ്യൻ്റെ മനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം ഒരു ക്രൗഡിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യനിൽ ഉണ്ടാവുന്നത്? ഇതിൽ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകളുടെ ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി വേറെയാണ്, പുറത്തു പോകുന്ന സമയത്ത് വേറെയാണ്, ആളുകളോട് വേറെ, പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ വേറെയാണ്. ഇതേപോലെ നമ്മൾ സൊസൈറ്റിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റി ആയിട്ടൊക്കെ മാറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത് ആ സോഷ്യൽ ഐഡൻറ്റിറ്റിക്കാണ്. അവിടെ തന്നെ ഇപ്പം അന്ന് നടന്ന സംഭവത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോലീസ് എന്ന് പറയുന്ന ഒരു പിന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ വരുന്നു. അപ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സിനോടുള്ള ഇവർ കളക്റ്റീവായിട്ട് കുറേ നാളായി പോലീസ് മർദ്ദകരാണ്. നമ്മൾ പരാജയപ്പെട്ട പക്ഷക്കാരായിരുന്നല്ലോ ഇപ്പോൾ ഈ വിജയം ആഘോഷിക്കുന്നവർ. അപ്പോൾ കുറേ നാളായിട്ട് പോലീസൊക്കെ മുമ്പത്തെ വിജയികളുടെ കൂടെ ആയതുകൊണ്ടും പിന്നെ നമ്മളെന്തോ അടിച്ചമർത്തിയ ആളുകളായതുകൊണ്ടും പെട്ടെന്ന് അവരുടെ ഉള്ളിലൊരു മനോഭാവം വരികയാണ്. ഈ നമ്മളെപ്പോഴും പറയുന്ന അസ് വേഴ്സസ് അതർ എന്ന് പറയുന്ന ഒരു സാധനം വർക്കാവുന്നു എന്നുള്ളതാണ്. പിന്നെ ഏതൊരു സമയത്തും ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും. താജ്ഫെലിൻ്റെ തിയറി, ഹെൻറി താജ്ഫെലിൻ്റെ തിയറി പറയാറുള്ളത് ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന. അപ്പം നമ്മുടെ ആളുകളൊക്കെ നല്ലതാണ്, ഔട്ട് ഗ്രൂപ്പൊക്കെ എപ്പോഴും മോശമാണ്. ആ രീതിയിലുള്ളൊരു തോട്ട്, ഒരു ബൈനറി വെറുതെ ക്രിയേറ്റ് ആവും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യൻ്റെ ഒരു
ബേസിക് നേച്ചർ പെട്ടതാണ്. എല്ലാ മനുഷ്യരും ഉണ്ടാവും. ഞങ്ങളുടേത് നിങ്ങളുടേത് എന്ന് പറയുന്നിടത്ത് ഞങ്ങളുടേത് കുറച്ചൊക്കെ ശരി, നിങ്ങളുടേത് അത്ര ശരിയല്ലാത്തത് എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരുടെ പിന്നെ തോട്ട് പ്രോസസ്സിനനുസരിച്ചിട്ട് കുറച്ച് റിജിഡ് ആവും ചിലർ. അപ്പോൾ നമ്മൾ പറയില്ലേ സ്ട്രോങ് ആയിട്ടുള്ള കട്ടർ പിന്നെന്താണ് പറയുക എക്സ്ട്രീമിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്, ചിലർ എക്സ്ട്രീമിലേക്ക് പോകും, ചിലർ കുറച്ചൊക്കെ ഒരു ഷെയർ ചെയ്യുന്നതിലേക്ക് വരും എന്നുള്ള. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നും അവിടെ നടന്നിട്ടുള്ളത് അതാണ് സംഭവം. എന്താ വെച്ചാൽ പിന്നെ എന്തിന് നമ്മളെ വണ്ടിമൊക്കെ അടിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു രസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത്, ഈ ഐഡൻറ്റിറ്റി ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് സോഷ്യൽ ഐഡൻറ്റിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സൈക്കോളജിയിൽ എപ്പോഴും പറയുന്ന വാക്കാണ് പ്രോ സോഷ്യൽ ബിഹേവിയറിൽ കൺഫോമിറ്റി നല്ല രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. ഒരു കാര്യത്തിൽ നല്ല കാര്യം ചെയ്യുന്നിടത്തൊക്കെ കൺഫോമിറ്റി നന്നായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ ഇത് തെറ്റിൻ്റെ സമയത്ത് തെറ്റായിട്ടും വർക്ക് ചെയ്യും. ഗ്രൂപ്പ് തിങ്ക് വരുന്നിടത്ത് ഞാൻ വിചാരിക്കുക ഞാൻ എൻ്റെ ഗ്രൂപ്പിനോട് എത്ര സ്ട്രോങ്ങറായിട്ട് അലൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ എത്ര ശരിയായിട്ട് ചെയ്യുന്നല്ല, ഞാൻ എത്ര സ്ട്രോങ്ങറായിട്ട് എൻ്റെ ഗ്രൂപ്പിൻ്റെ ആളാവും എന്നുള്ളതാണ്. ഞാൻ എത്രത്തോളം റേറ്റിയസ് ആകും, എത്ര ശരിയാകും എന്നുള്ളത് ചിന്തിക്കില്ല. ഞാൻ തെറ്റ് ചെയ്താലും ശരി എൻ്റെ ഗ്രൂപ്പിനെ പ്ലീസ് ചെയ്യുന്നതായിരിക്കണം എൻ്റെ പെരുമാറ്റം. അപ്പോൾ ആ ഒരു കൺഫോമിറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമോഷനെ കുറിച്ചിട്ട് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഇമോഷൻ കണ്ടേജിയൻ. രണ്ടാളടിച്ച് ആ ബോണറ്റിൽ നിന്ന് ടപ്പടപ്പാന്ന് ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ആൾ അതിൻ്റെ ആരവത്തിലേക്ക് തന്നെ ആ ഇമോഷനിലേക്ക് തന്നെ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സറൗണ്ടിങ് ഇതിന് കണ്ടേജിയസ് ആകുന്നത് അത് പിന്നെ അതിനെ എന്ത് ചെയ്യും ട്രിഗർ ചെയ്യുന്ന രീതിയിൽ അത് കൂട്ടാൻ സഹായിക്കും ആ ഒരു തെറ്റായ ബിഹേവിയറിന്. ഇപ്പോൾ കലാപങ്ങളൊക്കെ നടക്കുന്നിടത്തും ഇതേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ കലാപം മാത്രമല്ല, ഏതൊരു സമയത്തും നമ്മൾ ഹീറ്റഡ് ആകുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രീം ആകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഒരു പോളറൈസേഷൻ ടെൻഡൻസി നമുക്കുണ്ട്. ഇപ്പോൾ ചെറിയൊരു കേസാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ വർഗീയതയൊക്കെ വരുന്ന അങ്ങനെയാണല്ലോ, ചെറിയൊരു കാര്യത്തിന് പോലും തല്ലിക്കൊല്ലുന്ന സാഹചര്യത്തിലേക്കൊക്കെ സാഹചര്യം മാറിപ്പോകുന്നതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണ്, ഈ എക്സ്ട്രീം ആയിട്ട് പോളറൈസേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. അതിന് ഐഡൻറ്റിറ്റി ചേഞ്ചാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു ഡി ഇൻഡിവിജ്വേഷൻ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് പറയുന്ന സമയത്ത് ഇപ്പം സൈക്കോളജിയിലെ വൺ ഓഫ് ദ ഫേമസ് എക്സ്പെരിമെൻറ്റിലൊന്നാണ് ഫിലിപ്പ് സിംബാർഡോയുടെ പ്രിസൺ സ്റ്റഡീസ്. അതെ, സ്റ്റാൻഫോർഡ് പ്രിസൺ സ്റ്റഡീസ്. അപ്പം അതിൽ ആ ഒരു സ്റ്റഡിയുടെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു ചെയ്യുന്നത്. സിംബാർഡോ അവരെ 2 ഗ്രൂപ്പാക്കുന്നു. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടുത്തെ പ്രിസൺ ഓഫീസേഴ്സ്, മറ്റൊരു ഗ്രൂപ്പ് അവിടുത്തെ കുറ്റവാളികൾ. അങ്ങനെ എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഡിഫറെൻറ്റ് റോളുകൾ കൊടുക്കുന്നു. അതിലൂടെ അവർക്കൊരു അനോണിമിറ്റിയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയും കൊടുക്കുകയാണ്. അതെ, അതോറിറ്റിയെ ഒബേ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവിടെ വരാണ്. അത് മിൽഗ്രാമിൻ്റെ സ്റ്റഡിയിലും ഇതേപോലെ ഉണ്ട്. അതോറിറ്റി പറയുന്നത് പോലത്തേക്ക് പിന്നെ ഒരാൾ ഇരയായി, ഒരാൾ ഇൻമേറ്റായിട്ട് ആ ജയിലിൽ ഒരാൾ ഇൻമേറ്റായി അഭിനയിക്കുന്നു, അയാൾ ബെറ്ററായി ഇൻമേറ്റായി കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഞാനിത് അർഹിക്കുന്നതാണെന്നുള്ള രീതിയിൽ അയാൾ ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങാണ്. മറ്റാൾ അവിടുത്തെ കസ്റ്റോഡിയനായിട്ട് വാർഡനൊക്കെ ആയിട്ട് ജയിൽ വാർഡനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ആൾ ഞാൻ ജയിൽ വാർഡനാണെന്നുള്ള രീതിയിൽ പിറ്റേ ദിവസം ഒന്നുകൂടി സ്ട്രോങ് ആവാണ്, കൂടുതൽ ക്രൂരതകൾ ചെയ്യാണ് ചെയ്യുന്നത്. ആ സ്റ്റഡിയിൽ മിൽഗ്രാമിൻ്റെ സ്റ്റഡി ഇതേപോലെ ഉണ്ടല്ലോ, നമ്മുടെ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന സാധനം. അപ്പോൾ അത് വീണ്ടും ഒരാൾ അപ്പുറത്തുനിന്ന് പറയും വീണ്ടും കൊടുക്കുമെന്ന് പറയും. സത്യത്തിൽ ഷോക്കില്ല, അത് വേറെ വിഷയം. പക്ഷേ അവിടെ പിന്നെ ഷോക്ക് കൊടുക്കുന്ന ആളാണ് സബ്ജക്റ്റ്, അയാളാണ് പരീക്ഷിക്കുന്നത്, അയാൾ കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ പറയുമ്പോഴത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് യു ആർ എക്സ്പെക്റ്റഡ് ടു ഡു. ഈ മോബ്, ആ കൂട്ടം കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവനെന്ന് തോന്നുന്ന ആൾ എന്താ ആഗ്രഹിക്കുന്നു, ഞാൻ അത് ചെയ്യും. ശരി തെറ്റുന്നില്ല. അതെ അതെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ ആ ബസ്സിന് കല്ലെടുത്തെറിയണം എന്നാണെങ്കിൽ ഞാൻ ആ കല്ലെടുത്തെറിയാണ്. അത് തെറ്റല്ലേ, ഞാനത് ചെയ്യാൻ പാടില്ലാത്ത ആളാണല്ലോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല. അത് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഡി ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അയാളുടെ ഇൻഡിവിജ്വാലിറ്റി അയാളുടെ നഷ്ടപ്പെട്ടു. വേറൊന്ന് പറയുന്നിടത്തേക്ക് മനുഷ്യത്വരഹിതമാകുക, ഡീഹ്യൂമനൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ട്. അപ്പുറത്തെ ആൾക്ക് ഒരു ഹ്യൂമാനിറ്റി ഇല്ല. അപ്പുറത്തെ ആൾ ഇപ്പോൾ ഫാസിസ്റ്റുകളുടെ കഥ പറയുന്നിടത്ത് നമ്മൾ പറയും എലികളോട് ഉപമിച്ചതിനെ കുറിച്ച് പറയും. ജൂതന്മാർ എലികളോട്, ഹോളോകോസ്റ്റിൻ്റെ കേസിൽ ജൂതന്മാരെ എലികളോട് ഉപമിച്ചു.
അവർ മനുഷ്യരല്ല. എലികൾ എന്ത് ചെയ്യണം? ചുട്ടു കൊല്ലണം. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്ന എലികളെ ചുട്ടു കൊല്ലണം. പഴയ കാലത്തൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെ എലി ശല്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സാധനമാണ് അന്ന് അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ ഇതൊരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളൊരു തോന്നല്, ഒരു ലാഘവും ഇല്ലാണ്ട് അങ്ങനെ പറഞ്ഞു, ഇല്ലാതെ മോറൽ ഡിസെൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. മോറൽ ഡിസെൻഗേജ്മെന്റ് എന്ന് പറയുന്നത് കോൾബർഗിന്റെ തിയറിയാണോ എന്ന് സംശയമുണ്ട് എനിക്ക്. അല്ല, ബന്ദൂരയുടെ തിയറിയാണ് തോന്നുന്നുണ്ട് മോറൽ ഡിസെൻഗേജ്മെന്റ്. ആ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളത് അർഹിക്കുന്നു, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത്, നിങ്ങളെ ഞാൻ കൊല്ലുന്നതോടുകൂടി ഞാൻ മഹാനാകുന്നു, ഞാൻ മോറലി ഒന്നും കൂടെ സ്വീകാര്യനാവുന്നു. കാരണം എന്താണ്? ഇപ്പൊ ഒരു യുദ്ധത്തിലൊക്കെ ഉണ്ടാകുന്ന പോലെ ധർമ്മയുദ്ധങ്ങളിലൊക്കെ ആയിട്ടാണ് അതിനെ കാണുന്നത്. അതിനൊരു പവിത്രമായ പണിയായിട്ട് ചെയ്യുന്നത് ഗ്ലോറിഫൈ ചെയ്യാണ് അവിടെ നടക്കുന്നത്. ആ സംഭവം നടക്കുവാണ്. അപ്പോൾ മറ്റൊരാളത് അർഹിക്കുന്നുണ്ട്. ഇപ്പം അന്ന് അവരോട് പറയുന്നുണ്ട്, നമ്മളെന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു രസം, അതിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മളോട് മാത്രമായിരിക്കില്ല, അതിൽ വേറെ വരുന്ന ആളുകളോടൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും പെരുമാറിയിട്ടുണ്ടാവും. ആ സമയത്ത് ആളുകൾ മറന്നു പോവുകയാണ് അവർ. ഈവൻ അവിടെയും എന്ത് ചെയ്യുന്നു, ഈ പാർട്ടി പ്രവർത്തകർ അത്രയും മാസത്തെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന വിജയമാണ്, അതിനെ അവര് ആഘോഷിക്കുകയാണ്. അപ്പം ആ ആഘോഷത്തെ എതിർക്കാൻ വരുന്ന പോലീസും അതുപോലെ അവിടുത്തെ അതിൽ നീരസം കാണിക്കുന്ന യാത്രക്കാർ വരെ അർഹിക്കുന്ന ഔട്ട് ഗ്രൂപ്പാണ്. അവര് നമ്മുടെ പ്രവർത്തികളുടെ പ്രയാസം അവരർഹിക്കുന്നുണ്ട്, അവർ അനുഭവിച്ചോട്ടെ. പിന്നെ പൊതുവേ ഒരു സ്വഭാവം നമുക്കറിയാം. നമ്മളൊരു റാലി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജാഥ അല്ലെങ്കിൽ ഒരു സമരമൊക്കെ നടക്കുമ്പോൾ എത്ര ബ്ലോക്കായി എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലോക്കിൻ്റെ വലിപ്പം കാണിച്ചിട്ട് സമ്മേളനം വിജയിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഞാനാരും പറയുന്നില്ല, പക്ഷേ ഉണ്ടാവാറുണ്ട്. വളരെ നിർഭാഗ്യമാണ്. മനുഷ്യൻ്റെ വഴി തടഞ്ഞു, അതിലൊരു ആനന്ദം, അതെന്തോ സംഭവം. അത് ആ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നതിൻ്റെ വക അത് ചിന്തിക്കുന്നില്ല ആ സമയത്ത്. നമ്മൾ കോഗ്നിറ്റീവ് ഒരു ഡിസൊണൻസ് എന്ന് പറയില്ലേ, ആ ഡിസൊണൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ആക്ട് ഓഫ് ജസ്റ്റിസ് ആയിട്ടും അത് വേണേൽ ഇൻ്റർപ്രറ്റ് ചെയ്തൂടെ. അതായത് ഇപ്പം പോലീസോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ അവരുടെ ആഘോഷത്തെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു റൈറ്റിനെയാണ് തടഞ്ഞിട്ടുള്ളത്. അപ്പം അതിനെതിരെ ഉള്ളൊരു മോബിന്റെ ഒരു റെസിസ്റ്റൻസ്, ഒരു ആക്ട് ഓഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിറ്റാലിയേഷൻ എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ ഈ പറഞ്ഞൊരു സാധനം മാത്രം അങ്ങനെ നമ്മൾ മോബ് ജസ്റ്റിസ് കുറച്ചും കൂടി വലിയ കൺസെപ്റ്റാണ്. അത് വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ പഞ്ചായത്തുകൾ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇവിടുത്തെ സിസ്റ്റത്തെക്കാൾ മികച്ചത് ഞങ്ങളുടെ സിസ്റ്റമാണ്, സോ വി വിൽ ഡു ദാറ്റ്, വി വിൽ എക്സിക്യൂട്ട്. ഞങ്ങൾ ചോദ്യം ചെയ്യും, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നടപ്പിലാക്കും, ഞങ്ങൾ കുറച്ചാളുകൾ. ആ ഒരു സാധനമാണ് ഈ ക്രൗഡിന് മോബ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത്. മോബ് ലിഞ്ചിങ് നടക്കുന്നത് അതിൻ്റെ ബേസിലാണ്. ഇപ്പോൾ ആരോ പശു കടത്തുന്നു, സോ അത് തടയാൻ സർക്കാരിന് കഴിയുന്നില്ല, സർക്കാരിനോ പോലീസിനോ വേണ്ട രീതിയിൽ ദേ ആർ നോട്ട് എഫിഷ്യൻറ്റ്. സോ ഞങ്ങൾ ആ ചാർജ് ഏറ്റെടുത്തു, ആൻഡ് അത് ഞങ്ങൾ നടപ്പിലാക്കും. അതാണ് അവിടെ വരുന്നത് മോബ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഭയങ്കര വൃത്തിയായിട്ടൊരു കൺസെപ്റ്റാണ് ഇതൊക്കെ. സിസ്റ്റത്തിന് ഭയങ്കര എതിരായിട്ടും മനുഷ്യത്വത്തിന് തന്നെ എതിരായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇതൊക്കെ. ആൾക്കൂട്ടാണ് നീതി കയ്യിലെടുക്കുന്നത്. ആൾക്കൂട്ടത്തിന്റെ നീതി എന്ന് പറയുന്നത് എൻറ്റയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സിസ്റ്റത്തിനെയും ഒപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ലെജിറ്റിമസിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ആൾക്കൂട്ടത്തിന്റെ നീതി ഇൻസ്റ്റിറ്റ്യൂഷനെ എതിർത്തുകൊണ്ടാണെന്ന് നമ്മൾ പറയും ഒരു സമയത്ത്. ഇതൊരു സൈക്കോളജിക്കൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓർഗാനിക് സൈക്കോളജിക്കൽ. പക്ഷേ നിലവിലെ ഈ ഒരു കാലത്ത് നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ആൾക്കൂട്ടത്തിൻ്റെ മനോഭാവം കൃത്യമായി ഒരു സ്ക്രിപ്റ്റിൻ്റെ ബേസിൽ ഉണ്ടാക്കിയെടുക്കുന്നതും കൂടിയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, പശുക്കടത്ത് ആരോപിച്ച് ഒരാളെ കൊല്ലുന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാംസം കഴിച്ചു എന്നുള്ള പേരിൽ ഒരാളെ അശുദ്ധനാക്കുന്നു, ജാതിയുടെ പേരിൽ ഒരാളെ വികൃതമാക്കി ചിത്രീകരിക്കുന്നു. ഇതൊക്കെ ഒരു ഓർഗാനിക് പ്രോസസ്സൊന്നുമല്ല, തന്നെ ഉണ്ടായതൊന്നുമല്ല. ആളുകൾ ക്രൗഡ് അങ്ങോട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെ വന്നതൊന്നുമല്ല, കൃത്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇത് ആരൊക്കെയോ പ്ലാൻ ചെയ്ത് കൃത്യമായ സ്ട്രാറ്റജി ഉപയോഗിച്ച് വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ക്രൗഡിൻ്റെ ബിഹേവിയറിനെ നമ്മൾ സ്പോണ്ടേനിയസും ഓർഗാനിക്കും ഒക്കെ ആയിട്ട് പറയുമ്പോഴും
ഇവിടുത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ ഒരു ജീർണതയെ പറയാതിരിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ പറയണം. അത് ജനങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്ന ചില പൊളിറ്റിക്കൽ ഐഡിയോളജികൾ എല്ലാ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൺസേൺ ആയിരിക്കണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം, അതിൽ നിന്ന് ആളുകളെ തടയാൻ വേണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതൊരു സൈക്കോളജിസ്റ്റ് നമ്മളൊക്കെ ഉത്തരവാദിത്തമാണ്. ശരിക്കും മനഃശാസ്ത്രം അറിയുന്ന ആളുകൾക്ക് ഫാസിസത്തിൻ്റെ മനഃശാസ്ത്രമൊക്കെ, ഫാസിസത്തെ ഏറ്റവും കൂടുതൽ തുറന്നു കാണിച്ച ഒരു ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഫാസിസത്തിൻ്റെ മനഃശാസ്ത്രം ഇപ്പോൾ എറിക് ഫ്രോമിൻ്റെ പുസ്തകങ്ങളിലാണെങ്കിലും ഇഷ്ടംപോലെ പല സ്ഥലങ്ങളിലായിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എറിക് ഫ്രോം ഒരു മാർക്സിയനാണ്. അദ്ദേഹം ഫാസിസത്തിനെതിരെ ശക്തമായി സംസാരിക്കുകയും അത് പിന്നെ പുസ്തകങ്ങളിലും മറ്റും എഴുതി ഒരു കാലത്ത് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനാണ്. നമ്മുടെ ഈ കാലത്ത് നമ്മൾ അവരെക്കുറിച്ച് ഓർക്കുകയും അവരെക്കുറിച്ച് പറയുക ചെയ്യണം. മനഃശാസ്ത്ര വിദ്യാർത്ഥികൾക്കൊക്കെ ഇതേക്കുറിച്ച് ധാരണ വേണമെന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡി ഇൻഡിവിജ്വേഷൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു കമ്മ്യൂണൽ വയലൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മോബിൻ്റെ കൺട്രോളില്ലാത്തൊരു വയലൻ്റ് ആക്ടിവിറ്റീസിൽ പലപ്പോഴും അബ്യൂസ് ചെയ്യപ്പെടുന്ന വ്യക്തികളും ചെയ്യപ്പെടുന്നവരും പല സിറ്റുവേഷൻസിൽ ക്ലോസ് ആയിട്ടുള്ളവരോ സ്വന്തം നാട്ടിൽ അയൽവാസികളൊക്കെ അങ്ങനത്തെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള. പക്ഷെ അവിടെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ കുറേ തിയറി പറയുന്നതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ തന്നെ പറയാം. എൻ്റെ അയൽവാസിയാകുമ്പോഴും നിങ്ങൾ മറ്റൊരു മതക്കാരനാണ്. എൻ്റെ ഉള്ളിൽ ഐഡൻറ്റിറ്റി ഉണ്ട്. നീഡ് ഫോർ ബിലോങ്ങിങ്നെസ് ബേസിക് നീഡാണ് നമ്മളെ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ഒരു ബേസിക് നീഡ്, പ്രൈമറി നീഡ് പെട്ടതാണ് ഈ ബിലോങ്ങിങ്നെസ് എന്ന് പറയുന്നത്. നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ ബിലോങ്ങിങ്നെസ് എന്നൊക്കെ പറയുന്ന നീഡ് തിയറി ഉണ്ടല്ലോ. ആ തിയറി ഒക്കെ വെച്ചാൽ ഇനിയിപ്പോൾ മാസ്ലോവിൻ തിയറി വെച്ച് കഴിഞ്ഞാലും പ്രൈമറി ലെവലിൽ ബേസിക്കിൽ വരുന്നതാണ്. അപ്പോൾ ആരോടാണ് എനിക്ക് ബിലോങ്ങിങ്നെസ് വേണ്ടത്? എൻ്റെ കൂട്ടരോടാണ്. എൻ്റെ കൂട്ടർക്ക് ഞാൻ അവരുടേതാണെന്ന് തോന്നുക, അവർക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അയൽവാസിനെ കൊന്നാലും ശരി, ഇപ്പോൾ ബലാത്സംഗം പോലെയുള്ള വലിയ ക്രൂരതകളൊക്കെ ചെയ്താലും അതൊക്കെ സ്വീകാര്യത കിട്ടിപ്പോവാണ് ആ ഒരു മോബിൻ്റെ ഇടയിൽ. അങ്ങനൊരു പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. ആ ഒരു കൺഫോമിറ്റി, ആ ഒരു ബിലോങ്ങിങ്നെസ്സിൻ്റെ ഇതായിട്ട്, ആ ഒരു നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി ആയിട്ട് അവരെന്ത് മറക്കാണ്? അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി മറന്നുകൊണ്ട്, അയൽവാസി എന്നുള്ള ബോധം മറന്നുകൊണ്ടാണ് ഈ ക്രൂരതകളിലേക്കൊക്കെ പോകുന്നത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വേറൊരു കോൺസെപ്റ്റ് ഈ ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കിടക്കുമ്പം പലരും ഇടപെടുന്നില്ല, മറ്റൊരാരെങ്കിലും ചെയ്തോളും. രണ്ടർത്ഥത്തിലും അതെ. ഇപ്പോൾ ഒരാളെ രക്ഷിക്കല് അതെൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. അല്ലെങ്കിൽ ഇവിടെ കലാപം നടക്കുമ്പോൾ തടയൽ എൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു എക്സ്ട്രാ ഒന്നും കൂടെ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ആവില്ല. എൻ്റെ പകം എൻ്റെ തീർക്കാനുള്ളത് ഞാൻ ഇതിൽ തീർത്തു വിചാരിച്ചിട്ടൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ ആളുകൾ ആ സമയത്ത് മാറിപ്പോകും. ഈ കലാപങ്ങൾ പറയുമ്പോൾ എഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ് കലാപങ്ങൾ പലതും. സ്പോണ്ടേനിയസ് ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കുമെങ്കിലും അതിൻ്റെ പിന്നിൽ കുറേ നാളത്തെ എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളെ രാജ്യം നേരിടുന്നൊരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ കുറേ നാളായിട്ട് നമ്മളെ ഔട്ട് ഗ്രൂപ്പാക്കിയിട്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഔട്ട് ഗ്രൂപ്പാക്കിയിട്ട്, ദളിതരെയൊക്കെ ഔട്ട് ഗ്രൂപ്പാക്കിയിട്ട് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഈ ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇൻഫിൽട്രേറ്റേഴ്സാണ്. പിന്നെ സ്കേപ്പ് കോട്ടിങ് ആൻഡ് പ്രൊജക്ഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സ്കേപ്പ് കോട്ടിങ് എന്ന് പറഞ്ഞാൽ അപരാധി നിങ്ങളാണ്. ഇപ്പോൾ ഇവിടെ തൊഴിലില്ലായ്മ, അപ്പോൾ ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ തൊഴിലില്ലാത്തതിൻ്റെ പ്രയാസം പറയുമ്പോൾ ഈ വർഗീയത കത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് തിരിച്ചു പറയുക, തൊഴിലില്ലാതാവാൻ കാരണം നിങ്ങളുടെ തൊഴിലൊക്കെ അവർ മോഷ്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ അവരായി. അപ്പോൾ പ്രൊജക്ഷൻ എന്തായി? അവർക്ക് നേരെയായി. അപ്പോൾ അവർക്കെതിരെ നമുക്ക് അക്രമം അയച്ചുവിടാം, കാരണം ഞങ്ങളുടെ ജോലി കവർന്നെടുത്തവരാണ്. ഈ നാട് നന്നാവാതിരിക്കാൻ കാരണം, ഇവിടെ ക്രൈമൊക്കെ അധികരിക്കാൻ കാരണം ഇവിടെ ആരാണ്? ഇവിടെ പിന്നെ ലഹരി വിൽപ്പന നടത്തുന്ന മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. സോ നമുക്ക് അവരെ പുറത്താക്കണം. നമ്മളെ ഗുസ്പൈറ്റിയ എന്ന് പറയുന്നൊരു പ്രയോഗമൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമുക്ക് ഒഴിവാക്കണം എന്നൊക്കെ. ഇത്
കൃത്യമായ ബോധത്തിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. കുറേ സൈക്കോളജിക്കൽ തിയറീസ് ഒരുപാട് ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സോഷ്യൽ സൈക്കോളജി പൊതുവേ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ ചർച്ച ചെയ്തു എന്നുള്ളത് വലിയ നല്ല കാര്യമാണ്. ഇതിലേക്ക് സേറായിട്ട് ഇതിലേക്ക് ഒരുപാട് സ്റ്റഡീസും ഈ ഒരു നരേറ്റീവ് തന്നെയാണ്. പലപ്പോഴും നമ്മളൊരു വ്യക്തിയിലേക്ക് ഈ ഒരു മോബിൻ്റെ ഒക്കെ ഒരു വയലൻസിന് വ്യക്തിയിൽ, എസ്പെഷ്യലി കമ്മ്യൂണൽ വയലൻസിന് വ്യക്തിയുടെ ഒരു മോബിൽ ഒരു കൂട്ടത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു സൈക്കോളജിക്കൽ ബാലൻസിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എലമെൻറ്റ് മാത്രം വെക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു പറയുന്ന പോലെ സ്പെസിഫിക്കലി ഇൻസ്റ്റിറ്റ്യൂഷനിലും പൊളിറ്റിക്കലാണോ എന്നുള്ളൊരു നരേറ്റീവ് നമ്മൾ മുമ്പോട്ട് വെക്കാൻ വേണം. ഒരിക്കലും ഒരു വ്യക്തിയിലേക്ക് ചുരുക്കിയിട്ട് അതിൻ്റെ ബാക്കിലുള്ള ഈ പറയുന്ന പോലെ വെറുതെ ഒരു കൂട്ടം ജനങ്ങളല്ല, ഒരു സുപ്രഭാതത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ വെറുതെ കയറി ആക്രമിക്കുന്നതല്ല. ദേ ആർ ഓൾറെഡി ഫെഡ്. ഇത് ഇവർക്ക് വേണ്ട നല്ല ഭക്ഷണം നേരെ കൊടുത്ത് ഇവരെ വളർത്തിയെടുത്തതാണ്. വിക്ടിംഹുഡിൻ്റെ ഒരു നരേഷൻ, ട്രൈറ്റ് വിക്ടിംഹുഡ് എന്ന് പറയുന്നത്. ട്രൈറ്റ് വിക്ടിംഹുഡ് എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ വിക്ടിംഹുഡാണ്. നമ്മളൊക്കെ ഇരകളാണ്, ഞാനും നിങ്ങളും ഒക്കെ ഇരകളാണ്. അപ്പോൾ എന്തായി, നമ്മൾ വേറൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആർക്കെതിരും ചെയ്യാം. ഈ വയലൻസുകളൊക്കെ ജസ്റ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു പ്രത്യേക കാലത്തിന് ശേഷം ഇവിടെ രാജ്യത്തൊരു മതക്കാർ അരക്ഷിതരാകുന്നു എന്നുള്ളത് പിന്നെ ഖത്രെ മേ ഹേ. ആരാ ഖത്രെ മേ? ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ ഇപ്പോൾ ഒരു ഭാഗത്ത് പ്രചരണം നടത്തുന്നത് ഞങ്ങൾ അപകടത്തിലാണ്, ഞങ്ങൾ എന്തോ വലിയ അപകടത്തിലാണ്. ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഖത്രെ മേ ഹേ എന്ന് പറയും. ഒരു വിഭാഗത്തെ മാത്രം എടുത്തുകൊണ്ട് അത് വളരെ ഷെയ്ഡായിട്ടുള്ളൊരു ബിലീഫാണ്, നരേഷനാണ്. ഇപ്പം നമ്മളൊക്കെ അപകടത്തിലാണ്, നമുക്ക് ഇവരെ ഒഴിവാക്കിയാലേ നമ്മൾ അപകടം ഒഴിവാകുള്ളൂ. ഈ വിക്ടിംഹുഡ് ആരുണ്ടാക്കിയതാണ്? സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലി നരേഷനാണ്. അപ്പോൾ ഇത് ഓർഗനൈസ്ഡ് ആണ്. ഈ നരേഷൻ്റെ കൂടെ ബാക്കിയാണ് എന്ത് ചെയ്യുന്നത്. ഈ ട്രൈറ്റ് വിക്ടിംഹുഡിനെ കുറിച്ച് സൈക്കോളജിയിലെ റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത്, ഒരാൾക്ക് ട്രൈറ്റ് വിക്ടിംഹുഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് തെറ്റ് ചെയ്യാനും, ഞങ്ങൾ പണ്ടേ അടിച്ചമർത്തപ്പെട്ടവനാണ്. അടിച്ചമർത്തപ്പെട്ടവൻ്റെ പ്രതികരണം പലപ്പോഴും എന്താവും, തെറ്റാവും. അത് കുഴപ്പമില്ല. ഞങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഞങ്ങൾ കാലങ്ങളായി ഭക്ഷണം നിഷേധിക്കപ്പെട്ടവരാണ്, അപ്പോൾ ഞങ്ങൾ മോഷ്ടിക്കും. അപ്പോൾ ആ ന്യായീകരണം അവിടെ വരികയാണ്. ഭക്ഷണം നിഷേധിക്കപ്പെട്ടവർ സ്വാഭാവികമായും മോഷ്ടിക്കും, അത് ശരിയാണ്. പക്ഷെ ഇവിടെ എന്താണ്, കൺസ്ട്രക്റ്റഡ് ആണ്. ഇത് കൺസ്ട്രക്റ്റഡ് ആണ്. അത് റിയാലിറ്റി. ഈ ഡിഫറൻസും നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ് ഔട്ട് ചെയ്യണം. ഒന്ന് സോഷ്യലി എന്ത് ചെയ്യാണ്, മാർജിനലൈസ് ചെയ്തിട്ട് അങ്ങനെ ആയിപ്പോയത്, ഡിപ്രൈവ്ഡ് ആണ്, നൂറ് സിംഹാസനത്തിൽ പറയുന്ന സംഭവം പോലെ അത് കാലങ്ങളായി. എന്നിട്ട് ഇപ്പം എന്താ പറയുന്നത്, അവരാണ് പ്രശ്നക്കാർ, നമ്മളിപ്പോൾ എന്ത് ഇരകളാണ് എന്നുള്ള രീതി. സത്യത്തിൽ ആരാണ് അപരാധം ചെയ്തവർ പറയാണ് ഞങ്ങളാണ് ഇരകൾ എന്നുള്ളത്. ഇരകൾ സ്വാഭാവികമായിട്ടും പറയും. ഇരകൾ പറയുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഇരയല്ലാത്തവർ കൂടി ഇരവാദം ഉന്നയിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ചെയ്തികൾക്കൊക്കെ ന്യായീകരണങ്ങൾ, ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ട്രൈറ്റ് വിക്ടിംഹുഡിനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ അടുത്തൊരു പഠനം വായിച്ചു, ഹാർവാർഡിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, അത് പബ്ലിഷ് ചെയ്ത് വന്നത്. അപ്പം ആ പഠനത്തിൽ ഇത് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, ട്രൈറ്റ് വിക്ടിംഹുഡ് ഒരു തരത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇനിയിപ്പോൾ റിയലിൽ ഒരു വിക്ടിമായ മനുഷ്യനോടാണെങ്കിലും അവരെത്രയും പെട്ടെന്ന് സംരക്ഷിക്കുക എന്നല്ലാതെ അവരത് ഇൻഹെറിറ്റഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു പോകരുത്. നമ്മളൊക്കെ ഇരകളാണ് എന്നുള്ള കാരണം ആ വിഭാഗം കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ റെസിസ്റ്റൻസിൻ്റെ മോഡ് ഒരു സിവിക് സെൻസ് ഒന്നും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, റിയലിൽ അങ്ങനെ ആയിപ്പോയവരുണ്ട്, അവരെ നമുക്ക് ഇതാക്കാം. ഒന്ന് ആക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ആക്കിക്കൊണ്ടിരിക്കാം. അവരെ കുറിച്ച് നമ്മൾ ബോധേഡാവുകയും വേണം. രണ്ടും വേണം. ഇതിൻ്റെ മറ്റൊരു മുഖമാണ് ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. ഒരു വ്യക്തിയെ നമ്മൾ പറയില്ല എയറിലാക്കുക എന്നൊക്കെ പറയുന്ന കുറേ ടെർമിനോളജീസ്, അതൊക്കെ ഒരു പൊങ്കാലയിടുക എന്നൊക്കെ പോലുള്ള ഒക്കെ ഇതിൻ്റെ ഒക്കെ ഒരു ക്ലിയർ കട്ട്, ഇതിനെ ഒരു ഫിസിക്കൽ ഫോം ഇല്ലാത്ത എന്നാലോ ഈ പറയുന്ന പോലെ എല്ലാ ഒരു മോബിൻ്റെ ഫാക്ടേഴ്സും ഉള്ളൊരു ഇതാണ്. സൈക്കോളജിക്കലി എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയെ ട്രോമറ്റൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. അവരുടെ
ഈ ഐഡൻറ്റിറ്റിയെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടും ഒക്കെയുള്ള ഇതും ഈ ഇവിടെയും എങ്ങനെയൊക്കെയാണ് ഈ ഇത്തരം തിയറീസും? ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഞാനൊരു ദിവസം പിന്നെ നാട്ടിൽ നിന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ടൗണിലാണ്. അപ്പോൾ പിന്നെ നമ്മളെ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ്. അദ്ദേഹത്തിൻ്റെ ഇതൊരു പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റ് വാഹനം പോവാണ്. അപ്പോൾ ഇപ്പുറത്ത് എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ഒരു മനുഷ്യൻ, അയാൾ ഈ സഖാവിൻ്റെ തന്തക്ക് വിളിക്കാനൊക്കെ തുടങ്ങി. എന്തൊക്കെയോ എന്തിനാ ഇതൊക്കെ വിളിക്കണേ? ഇയാളിപ്പോൾ ആ അനൗൺസ്മെൻറ്റ് വാഹനം അതിലേക്ക് കടന്നു പോവാണ്. എന്തിനാപ്പോൾ ഇയാളത് വിളിക്കണത്? ഇവിടെ ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സ്, നമുക്കൊക്കെ പിന്നെ ഊതി വീർപ്പിച്ച് തരുന്ന നമ്മളൊരു ഈഗോ ഉണ്ട്. വി ആർ ദ വൺ ടു റെസിസ്റ്റ്, പ്രിവെൻറ്റ്, വി ആർ ദ വൺ ടു ആക്ട്. സത്യം പറഞ്ഞാൽ നമ്മളല്ലാതെ ആക്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ അവിടെ തന്നെ റോഡ് സൈഡിൽ നിന്ന് പിന്നെ സഖാവ് പിണറായി വിജയൻ്റെ തന്തക്ക് വിളിക്കേണ്ട ആളല്ല. നമുക്ക് മുഖ്യമന്ത്രിയോട് വിയോജിപ്പുണ്ടാകാം. അപ്പോൾ അത് ചെയ്യേണ്ട രീതി ജനാധിപത്യ രീതിയിൽ മാന്യമായ രീതിയിൽ നമുക്ക് ഇതാക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്യുന്നത് എന്തോ ശരിയാണെന്നുള്ളൊരു ഈഗോയിസം, അതിന് പിന്നെ ഫാസിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തെറ്റായ രീതിയാണ്. ഫാസിസ്റ്റുകൾ ദുരുപയോഗം ചെയ്യുക എങ്ങനെയാണ്? അപ്പോൾ ഇതൊക്കെയുള്ള എല്ലാവരും ഫാസിസ്റ്റ് ആണെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ എല്ലാവരിലും ഉണ്ടാവുമല്ലോ. ആ ഒരു എലമെൻറ്റ് ഞാൻ അംഗീകരിച്ച് തരുന്നുണ്ട്. എല്ലാ ഭാഗത്തിലും എല്ലാ പ്രശ്നങ്ങളും കുറേശ്ശെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നാർസിസ്റ്റിക് എലമെൻ്റൊക്കെ എല്ലാ മനുഷ്യന്മാരിലും കുറച്ചുണ്ടെന്ന് പറയുന്നത് പോലെ ഉണ്ടെന്ന് പറയാം. അപ്പം ഈ ഒരു എന്താണ് എലേറ്റഡ് ഈഗോ, ബോസ്റ്റഡ് ആയിട്ടുള്ളൊരു ഈഗോ സെൽഫ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്രതികരിക്കാൻ നിർബന്ധിതനാക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടൻറ്റ് കാണുന്നു, ഇതിൻ്റെ അടിയിൽ ഞാൻ പോയി പൊങ്കാലയിടണം നിർബന്ധമുണ്ടോ? എൻ്റെ വാപ്പ കാണൂലേ, എൻ്റെ കാക്കമാർ കാണൂലേ, ഞാനിട്ട് ചില തെറി കമൻ്റൊക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ രക്ഷിതാക്കളൊക്കെ പറയിപ്പിക്കുന്ന രീതിയിൽ വളരെ വൃത്തികെട്ടതൊക്കെ എഴുതും. ഇയാൾക്ക് എന്താ മടിയില്ലാത്ത? ഇയാളൊരു അനോണിമിറ്റി അതുണ്ട്. അയാളുടെ പേഴ്സണൽ റൂമിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. പേഴ്സണൽ അക്കൗണ്ട് ആയിക്കൂല എന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? അയാൾക്ക് തോന്നിയത് അയാളാണ് ഇതിന് പ്രതികരിക്കേണ്ടത്. അയാളിവിടെ മറ്റു പാർട്ടിക്കാർ വളരുന്നത് തടയണം. അയാളിവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അറുതി വരുത്തണം. അത് ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ചില കാര്യങ്ങൾ ചെയ്യലെന്ന്. പക്ഷേ ഈ ഉത്തരവാദിത്ത ബോധം അമിതമാകാൻ പറ്റില്ല. എലേറ്റഡ് റെസ്പോൺസിബിലിറ്റി, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് പറ്റില്ല. എക്സ്ട്രീം ആകാൻ പറ്റില്ല. എക്സ്ട്രീം ആകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നാളെ കാണുന്ന എല്ലാ വിഷയത്തിലും മനഃശാസ്ത്രപരമായ അഭിപ്രായങ്ങളുമായിട്ട് ഞാൻ വരും. അത് തെറ്റാണ്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാത്തിലും ഇടപെടാനുള്ള ഈ ഒരു സാധനം തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ്. അനോണിമിറ്റി ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഡീഇൻഡിവിജ്വലൈസേഷനൊക്കെ അവിടെ വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ പൊങ്കാലകളുടെയൊക്കെ ഒരു സാധനം. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പിന്നെ അക്കൗണ്ടബിൾ അല്ലാതെ പോകുന്നു. പിന്നെ പണിഷ്മെൻറ്റ്, പൊതുവെ പണിഷ്മെൻറ്റ് എന്തിനാണ്? നമ്മളിപ്പോൾ നിയമവ്യവസ്ഥ എന്തിനാണ്? ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഇൻബോൺ ആയിട്ടുള്ളത് കൊണ്ടാണല്ലോ. ഇൻബോൺ ആയിട്ട് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് നിയമവ്യവസ്ഥകളൊക്കെ ഇങ്ങനെ കാലങ്ങളായി നമ്മൾ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്ത് വന്നത്. സോഷ്യൽ കോൺട്രാക്ട് തിയറി പ്രകാരം ഞാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ടാക്കില്ല, നിങ്ങൾ എനിക്കും ബുദ്ധിമുട്ടാക്കില്ല, എന്നാൽ നമുക്ക് ഒന്നിച്ച് ജീവിച്ചു പോയിക്കൂടെ? അതെ, ഒരു പരിധിവരെ നമ്മളങ്ങനെ ജീവിച്ചു പോവും. പക്ഷേ എന്നാലും ചിലയിടത്ത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ആവില്ല എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിങ്ങനെ കൂടി ക്യുമുലേറ്റഡ് ആയിട്ടും ചിലപ്പോൾ വ്യത്യസ്ത അളവിലൊക്കെ. പിന്നെ എല്ലാവരും ഈ കോൺട്രാക്റ്റ് പാലിച്ചോളണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണത് പോകുന്നത്. നമുക്കിതിൻ്റെ ഒരു ഈവൻ ദോ ഇത്തരം മോബ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളുണ്ട് ഡിസെൻ്റായിട്ട്. അപ്പം അതിനെക്കുറിച്ചും എന്തായിരിക്കും അതിന് പിന്നിലുള്ളൊരു മെക്കാനിസം, നല്ല സൈക്കോളജി ഒന്നും കൂട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മളെ സ്ട്രോങ്ങർ ഐഡൻറ്റിറ്റി ഉള്ള ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങളോ നമുക്കൊരു ഐഡൻറ്റിറ്റി കുറച്ചുകൂടി പവർഫുള്ളാണ്, കൃത്യമായ ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സോഷ്യൽ ഐഡൻറ്റിറ്റിയിലേക്ക് അതേപോലെ അതിലങ്ങോട്ട് ഡിസോൾവ് ആയിട്ട് പോകാൻ കഴിയില്ല. അതെ അതെ, നമ്മൾ ചില കാര്യങ്ങളിൽ റെസിസ്റ്റ് ചെയ്യും. ഇതെനിക്ക് ചെയ്യാൻ പറ്റൂല, ഇത് ഞാൻ ചെയ്യൂല, ഇത് ഞാൻ പറയൂല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇന്ന കാര്യം ഞാൻ പറയൂല, ഇന്ന കാര്യത്തിന് ഞാൻ അതിൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ പോകൂല. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ ഒരു
നല്ല ഐഡൻറ്റിറ്റിയെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിയായത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ ഈ ഐഡൻറ്റിറ്റിയിൽ തന്നെ. ഇപ്പോൾ ഞാൻ കുറച്ച് മറ്റുള്ള ഇപ്പോൾ എനിക്ക് വ്യത്യസ്ത പാർട്ടികളുമായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ ഞാൻ ആ പാർട്ടികളോട് മോശമായ രീതിയിൽ സംവദിക്കില്ല. കാരണം എനിക്ക് ആ പാർട്ടിക്കാരുമായിട്ട് ബന്ധമുണ്ടല്ലോ, ഇൻഡിവിജ്വൽ റിലേഷൻ. ഈ ഡി ഇൻഡിവിജ്വേഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും, ഔട്ട് ഗ്രൂപ്പുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ നമ്മളെ അതിനൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യും. സിമിലർലി പിന്നെ ഈ പറഞ്ഞ കൊടുക്കൽ വാങ്ങലുകൾ, വേറെ കണക്ഷൻസ്, പിന്നെ മറ്റ് ഔട്ട് ഗ്രൂപ്പുമായിട്ടുള്ളതിൻ്റെ റിലേഷൻഷിപ്പ്. അപ്പോൾ സ്ട്രോങ്ങർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്ന്, പിന്നെ നമ്മുടെ കണക്ഷൻസ്, സോഷ്യൽ കണക്ഷൻസ് നമുക്ക് ഒരു മറയായി ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത. കമ്മ്യൂണൽ വയലൻസിൻ്റെ സ്റ്റഡീസിൽ പറയുന്നൊരു ഇത് പറയുന്നത് എവിടേക്കാണോ ഈ ഇത്തരം ഐഡൻറ്റിറ്റിയുടെ ലൈനിന് അപ്പുറത്തേക്കുള്ള ട്രേഡ് യൂണിയൻസും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ ഉള്ളത്, അത്തരം ഏരിയാസിൽ സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ളത്, അതെ, സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലോ ഇത്തരത്തിലുള്ള കമ്മ്യൂണലി പോളറൈസ്ഡ് ആവുന്നതെന്നൊക്കെ ഈ ഇത്തരത്തിലുള്ള അതൊരു ഇത്. ഇപ്പം നമ്മൾ ഡൽഹി കലാപം ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ ഉള്ളതാണ്. ഡൽഹി കലാപത്തിൽ കുറേ നോൺ മുസ്ലിംസ് മുസ്ലിങ്ങളെ സംരക്ഷിച്ചു, കുറേ മുസ്ലിംസ് നോൺ മുസ്ലിംസിനെ സംരക്ഷിച്ചു ഒരു ഏരിയയിൽ. അത് ഇവരെന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൊടുക്കൽ വാങ്ങലുകൾ കുറച്ചും കൂടെ സജീവമായിരുന്നു. അപ്പോൾ ഇവർക്ക് മറ്റൊരാളുടെ വേദന പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു ക്രൗഡായി മാറിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ അതാ പറഞ്ഞു, കലാപങ്ങൾ മുഴുവൻ എന്തല്ല, ഓർഗാനിക്കായി ഉണ്ടാകുന്ന ഒരു ക്രൗഡ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ല. ഇപ്പോൾ അവിടെ കലാപം ഉണ്ടായതിനെ കുറിച്ചും പറഞ്ഞിരുന്നു, പുറത്ത് നാളെ കൊണ്ടുവന്നിട്ടാണ് ഫസ്റ്റ് കലാപം തുടങ്ങുന്നത്. പിന്നെ എന്നെ ആക്രമിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അത് നേരത്തെ പറഞ്ഞല്ലോ വിക്ടിംഹുഡിനെ കുറിച്ച്. അപ്പം ഞാൻ റിയാക്ട് ചെയ്യും, അത് നോർമലാണ്. അത് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊതുവെ പുറത്തുനിന്നൊക്കെ ആളെ കൊണ്ടുവന്ന് ചെയ്യുന്ന കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പം ഈ കൊടുക്കൽ വാങ്ങലുകൾ രക്ഷപ്പെടുത്തും. അത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. എല്ലാ കലാപങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഒരു പക്ഷേ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇതേ സ്ഥാനത്ത് എന്തു ചെയ്യും, ഈ ഡി ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്നത് അയൽവാസിയെ കയറി ആക്രമിക്കാൻ നമ്മുടെ കേരളത്തിൽ തന്നെ കലാപങ്ങളിൽ നമ്മളത് വിറ്റ്നസ് ചെയ്തിട്ടുള്ളതാണ്. പരസ്പരം പരിചയമുള്ള ആളുകളാണ് വീട് കാണിച്ചു കൊടുക്കാനും ആളെവിടെയെന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ പോവാറുള്ളത് എന്നുള്ളത് അങ്ങനെയും ഉണ്ട്. രണ്ട് ഭാഗവും ഉണ്ട് അതിന്. ഈവൻ എനിക്ക് തോന്നുന്നു നമുക്കിതൊരു കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തും എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ ബിൽഡ് ചെയ്യുന്നത്, സോഷ്യലായിട്ടുള്ള, അതുപോലെ ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺസ്ട്രക്റ്റ് ആയിട്ടുള്ള, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ലെൻസിലൂടെ അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ലെൻസിലൂടെ ഇതിനെ കാണുകയും കുറേം കൂടെ നമ്മൾ അവെയർ ആവുകയും ഇത്തരത്തിൽ നമ്മൾ ബയാസ്ഡ് ആവാത്ത രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആവുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റിൻ്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു ടോളറൻസ് മിനിസ്ട്രി കൊണ്ടുവരുന്നത്. അതെ, നമുക്ക് നോക്കാം എങ്ങനെ സംഭവിക്കും എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ നോക്കും നിങ്ങൾ. പുതിയ മുഖ്യമന്ത്രി വരുമ്പോൾ അത് ഈ ഒരു ക്രൗഡിൻ്റെ ഇതാണ്. ക്രൗഡിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അയാൾ ഒരു 3 മാസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരു പെരും നുണയനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റീവ് ഫേസ്ബുക്ക് പേജുകൾ, ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു കൺസ്ട്രക്റ്റഡ് ആയിട്ട്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നിങ്ങൾ 1 കോടി കട്ടു എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും 1 കോടി ഒന്നും ഇല്ലെങ്കിലും 1 ലക്ഷമെങ്കിലും കട്ടിട്ടുണ്ടാവും. അത് നിങ്ങളൊരു പെരും നുണയനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു നുണ മാത്രം പറയുന്ന ആളാണെന്ന് ഞാൻ പറയുന്നതോട് കൂടിയിട്ട് എന്തായി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നുണ പറയുന്നതായി. അപ്പോൾ എൻ്റെ കൊഗ്നീഷനെ ചലഞ്ച് ചെയ്യുന്ന, എൻ്റെ വിവരത്തെ ചലഞ്ച് ചെയ്യുന്ന എന്തു വന്നാലും ഞാൻ പറയും അത് നിങ്ങൾ നുണ പറയുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ മീഡിയയിലൊക്കെ പറയുന്ന ഒരു എപ്പിസ്റ്റമിക് ബബിള്, എക്കോ ചാമ്പർ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകളുണ്ട്. സമയമല്ല, നമുക്ക് അതൊന്നും ചർച്ച ചെയ്യേണ്ട. അപ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ വരും. എനിക്കെതിരെ പറയുന്ന, എൻ്റെ വിശ്വാസത്തിനെതിരെ പറയുന്ന ആളുകളൊക്കെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവരൊന്നും അതൊക്കെ തെറ്റാണ്. അപ്പോൾ അതൊന്നും എൻ്റെ പ്രജ്ഞയിൽ ഒരു തരത്തിലുള്ള മാറ്റവും അത് കൊണ്ടുവരില്ല എന്നുള്ളത്. അപ്പം ഈ തരത്തിൽ ബോധപൂർവം എന്ത് ചെയ്യണം, ഈ ടോളറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് പണിയെടുക്കണം. പറയുന്നതിലധികവും കളവ് ഇവിടെ
ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് വിചാരിച്ചിട്ട് വിഷം വിതക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിന് തടയാൻ പറ്റണം, അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റണം, നിയമപരമായിട്ട് തന്നെ നേരിടാൻ പറ്റണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. പിന്നെ പണ്ട് മുതലേ നടന്നു വരുന്നതാണ് ഇപ്പോൾ സോഷ്യൽ ഇൻറ്റഗ്രിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ. ഇപ്പോൾ ഒരു തെക്കുന്നുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റി ഡൈനിങ് ഒക്കെ പോലെ സോഷ്യൽ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു, ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ ഒരു മുസ്ലിം വീട്ടിൽ എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ചിലപ്പോൾ അവസരങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഗെറ്റോകൾ കൂടി വരുന്ന കാലത്താണ് നമ്മളുള്ളത്. ഈ സോഷ്യൽ ഇൻസെക്യൂരിറ്റിയാണ് ഈ ഗെറ്റോയിസേഷൻ ഒരു കാരണം കൂടെ വരുന്നത്. പക്ഷേ ഗെറ്റോയിസേഷൻ വീണ്ടും ഫർദർ ഇൻക്രീസ് സോഷ്യൽ ഇൻസെക്യൂരിറ്റി എന്നുള്ളതാണ്. ഗെറ്റ് വരുമ്പോൾ രണ്ടും അങ്ങോട്ടും കൂടി കൊണ്ടുപോവുക ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനെതിരെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് മനുഷ്യരെ പിന്നെ ഇൻറ്റഗ്രിറ്റിയെ കൂട്ടാൻ സഹായിക്കുന്ന പിന്നെ ഉദ്ഗ്രഥന പ്രവർത്തനങ്ങൾക്ക് ബലം കൊടുക്കുന്ന പണികൾ ചെയ്യണം. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജസ്റ്റ് ബോധവൽക്കരണം കൊണ്ട് മാത്രം എന്തായിക്കൊള്ളണമെന്നില്ല, ആളുകൾ രക്ഷപ്പെട്ടോളണമെന്നില്ല. അത് കൃത്യമായ പ്ലാനോട് കൂടിയിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ പ്ലാൻഡാണ് അപ്പുറത്തുള്ള ആളുകൾ പണിയെടുക്കുന്നത് നശിപ്പിക്കാൻ. അപ്പോൾ നേരാക്കാനുള്ള ആൾ വെറുതെ നേരാകുമെന്ന് വിചാരിക്കുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. കൃത്യമായ പ്ലാനോട് കൂടി തന്നെ അവയർനെസ് പ്രോഗ്രാമിലൂടെ ഒന്നും കാര്യമില്ല. അത് കൃത്യമായ പ്ലാനോട് കൂടി കൃത്യമായ സ്ട്രാറ്റജി വെച്ച് നന്നായി ഡെലിവർ ചെയ്താൽ തന്നെയുള്ളൂ മാറ്റം വരിക എന്നുള്ളതാണ്. എഫേർട്ട് എടുക്കണം അതിന് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. സോ ഇത് തന്നെയാണ് നമുക്കും കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഒരു മോബിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് എന്ന് മാത്രമല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്നും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു വ്യക്തി ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. ഞാൻ എടുക്കുന്ന ഒരു ഡിസിഷൻസ് ഒരു ക്രൗഡിൻ്റെ ഒരു ഡോപ്പമിൻ്റെയും മറ്റൊക്കെ ഒരു ഇൻഫ്ലുവൻസിൽ, ആ ഒരു ക്രൗഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ എടുക്കുന്ന ഡിസിഷൻസ് എത്രത്തോളം എത്തിക്കലാണ്, എത്രത്തോളം മോറലാണ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ്. അതേസമയം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ കുടുംബം, നമ്മുടെ സൊസൈറ്റി എത്രത്തോളം ഇത്തരം കമ്മ്യൂണിറ്റിയുടെ ഇൻറ്റഗ്രേഷനും കൊടുക്കൽ വാങ്ങലുകളുടെയൊക്കെ ഒരു സൗന്ദര്യമൊക്കെ ഉൾക്കൊള്ളുന്നൊരു കമ്മ്യൂണിറ്റിയും ആവണം. ഒരു ലോങ് ടേമിൽ നമുക്ക് ഇത്തരം ആസ്പെക്റ്റുകളെ കാണാനും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു കൊഹിഷൻ, ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സൊസൈറ്റി നമുക്ക് ബിൽഡ് ചെയ്യാനും പറ്റണം എന്നുള്ളത് തന്നെയാണ് ഒരു പേഴ്സണൽ ഇൻട്രോസ്പെക്ഷനും. അതേസമയം ഒരു പ്ലാൻഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി തമ്മിലുള്ളൊരു കൊഹിഷൻ നമുക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. താങ്ക് യു സർ, ഈ ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുത്തതിന്.